ചിരിച്ചു കളിക്കാനാണോ കോളേജിൽ വരുന്നത് അതോ പഠിച്ചു ജയിക്കാനാ? അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോളാം. ഞങ്ങളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ നീ കളിച്ചാൽ മതി. നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ അടിമകളൊന്നും അല്ലല്ലോ. ആദ്യം ഈ കോളേജിന് വേണ്ടി നല്ല കാര്യമല്ലേ ചെയ്യും. സീനിയേഴ്സ് ആണ് ബാക്ക് ബെഞ്ചേഴ്സ് ആണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. വാടാ. ജൂനിയേഴ്സ് ആണ്. എന്തൊരു സൗകര്യടാ. അയ്യേന്ന് കണ്ടോ, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. നമ്മളെ ഈ കോളേജിൽ ആരും മതിക്കണില്ല. മെതിക്കാന്ന് വെച്ചാൽ ചവിട്ടുക. ചേടാ, അത് മെതിക്കുക. ഇത് മതിക്കാന്ന് പറഞ്ഞാൽ വില തരിക. നമുക്ക് ആരും വില തരുന്നുണ്ടോ അവിടെ? വിലയൊന്നും തരണില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ശീലമായി പോയില്ലേ സഹിക്കാൻ. പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. കൊല്ലാൻ പോവാണ്. അതല്ലടാ, നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഈ കോളേജിന്റെ ചരിത്രത്തിൽ നമ്മളെ പേര് എഴുതി ചേർക്കണം. ബാക്ക് ബെഞ്ചേഴ്സ് തനി ഊളകളല്ലാന്ന് ഇവിടെയുള്ള വരും തലമുറ മനസ്സിലാക്കണം. നമുക്കൊരു വില വേണം. വില വേണം. പക്ഷെ അതിനിപ്പോ എന്ത് ചെയ്യും? വിലയില്ല. വിലയില്ല 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 വിലയില്ല. രണ്ടുപേരെ ട്യൂണ് കുടിച്ചോ? കണ്ടോ അതുകൊണ്ടാ ഈ പരിപ്പോടൊക്കെ എന്താ വില? 7 റുപ്യ. അതുപോലെ അറിയില്ലല്ലേ. ഈ ഓസിന് ഞെണ്ണുന്നോണ്ടാ ഒന്നിന്റെ വില മനസ്സിലാകാത്തത്. പരിപ്പടക്ക് വരെ അതിന് അതിൻ്റെതായ വില ഉണ്ട്. അല്ല, ഈ പരിപ്പോടൊക്കെ ആരാ വില ഇടുന്നത്? എന്റെ പരിപ്പടക്ക് ഞാനാ വില ഇടുന്നത്. നിങ്ങളാ? ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് പരിപ്പടക്ക് വില ഇടുന്ന പണി അല്ല. ഇനിയിപ്പം അടുത്ത ബഡ്ജറ്റിൽ ചിലപ്പോൾ പരിപ്പടക്ക് വില ഇട്ടേ കേട്ടോ. അല്ല വാസുട്ട, ഉദാഹരണത്തിനെ ഇനിയും പുറഞ്ചൂനും വിൽക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് വില ഇടും? നിങ്ങൾക്കൊക്കെ എന്ത് വിലയാണ്ടുള്ളത്? വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട. നിങ്ങളൊക്കെ ഇനിയിപ്പോൾ ഒരു സാധനത്തിന് വിലയിടുക വെക്കുക, അതിന് ചില പ്രത്യേകതകൾ വേണം, ചെറുത് മണം വേണം, ഗുണം വേണം. ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ സീറാ. നിങ്ങൾക്കൊക്കെ എന്ത് വിലയാണുള്ളത്? കണ്ടോ, പിന്നെയും കളയാക്കലും കുത്തുവാക്കും. ഇത് മാറണം. അല്ലെ ബാക്ക് ബെഞ്ചേഴ്സ് കുട്ടികളുടെ ഇടയിൽ വെറും കോമാളികളാവും. എല്ലാവരും കളിയാക്കും. ശരി കളിയാ. ഇന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ. അതിന്റെ ആദ്യ പടിയായിട്ട് നമ്മൾ കുടിച്ച ചായയുടെയും പരിപ്പുകളുടെയും കാശ് നമ്മൾ കൊടുക്കുന്നു. എടു കാശ്. എൻ്റെ ഇല്ലേ? എൻ്റെ അല്ലേ? നിന്റെ അല്ലേ ഉള്ളത്? ഒരാകെ 10-30 ഉറുപ്പിക ഉള്ളൂ. അത് കൊടു. അണി വാ, ഇന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. എടാ, എൻ്റെ ആകെ 30 ഉറുപ്പിക ഉള്ളൂ. ഇന്ന് നീ ഓട്. നാളെ നീ തന്നെ കൊടുത്താൽ മതി. ആഹാ വാസുട്ടാ. ഡിയർ ഫ്രണ്ട്സ്, ഒരു സെക്കൻഡ് ഇവിടെ ശ്രദ്ധിക്കുക പ്ലീസ്. ഒരു സെക്കൻഡ്. ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് ഇവിടെ ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്നു മുതൽ ഈ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് പറ്റുപുസ്തകത്തിൽ എഴുതാതെ കാശ് വാസുചേട്ടനെ ഏൽപ്പിക്കേണ്ടതാണ്. ഞങ്ങൾ കുടിച്ച ചായയുടെയും തിന്ന പരിപ്പുകളുടെയും കാശ് ഞങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുകയാണ്. ഇത് മാതൃകയാക്കൂ സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് മാതൃകയാക്കൂ. സീനിയേഴ്സാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാമ്പസിനകത്തൊരു വില ഇല്ലെങ്കിൽ അതൊരു വില കെട്ട പരിപാടി തന്നെ. നമുക്കേ ആദ്യം നമ്മളെ കുറവുകൾ പരിഹരിക്കാം. അത് പരിഹരിച്ച് തന്നെ നമുക്ക് കുറച്ചൊരു വിലക്ക് കിട്ടും അല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു പെന്നും പേപ്പർ എടുക്കും. ചെറിയ പേപ്പർ വേണോ വലിയ പേപ്പർ വേണോ? കുറവുകൾ എഴുതാനല്ലടാ, ചെറിയ പേപ്പർ മതി. ശരി പറ. 1 എൻ്റെ നിന്റെ എന്നായിരുന്നു? അല്ല, ഒന്ന് ചെയ്താൽ മതി. അതെ. അപ്പോൾ കോമൺ കുറവ് മുഖസൗന്ദര്യം. മുഖസൗന്ദര്യം അത് എൻ്റെ അത്ര നിനക്കില്ല അളിയാ. അത്ര സൗന്ദര്യം ഒന്നും ഇല്ല. അത് എഴുതി വെക്ക്, കുറവാണ്. 2 ശരീര സൗന്ദര്യം. നീ സൗന്ദര്യം വിട്ടിട്ട് വേറെ വല്ലതും പറയടേ. ശരീര സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒരു 6 പാക്ക് എങ്കിലും വേണം. അരിച്ചാക്ക് പോലുള്ള വയറും വെച്ചിട്ട് ശരീര സൗന്ദര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി വന്നേക്കണ്.
നീ പൊതുവായിട്ടുള്ള വേറെ വല്ല ഇവിടെ പറ. എന്തിനാ ചൂടാവണേ? പിന്നെ ഇല്ലാത്ത പറ്റി തന്നെ പറഞ്ഞോണ്ടിരുന്ന എനിക്ക് പറയും. നമുക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച അതിൽ നിന്ന് റാങ്ക് കിട്ടിയ അതൊരു എല്ലാവരുടെ ഇടയിൽ നല്ലൊരു വില കിട്ടും. നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് ഈ വാങ്ങോ റാങ്ക് പഠിച്ചിട്ട്? വാങ്ങൂല, അത് കുറവാണല്ലോ. കുറവാണ്, എഴുതി വെക്ക്. ഇത് ശരിയാവില്ല, ഇത് ചുമ്മാ എന്താ ഇത് എഴുതി എഴുതി കുറവുകൾ മാത്രം എഴുതാൻ കാണുള്ളൂ. വേറെ ഐഡിയ ഉണ്ടോ? പൊളിറ്റിക്സ്. അത് പൊളിച്ചു, അത് പൊളിച്ചു. പൊളിറ്റിക്സ് ആവുമ്പോൾ എന്താ, നമുക്ക് കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരെ പ്രശ്നങ്ങൾ എന്താന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണാന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ നമുക്കൊരു നിവേദനം കൊടുക്കാം. പ്രിൻസിപ്പൾ അത് നടപ്പിലാക്കും, നമുക്ക് കുട്ടികളുടെ ഇടയിൽ ഒരു വില കിട്ടും, നമ്മുടെ ലെവല് മാറും. വേറെ ലെവലാവും, വേറെ ലെവലാവും, മാസാവും. ഒരു കാര്യം ചെയ്യാം, എണീക്ക്, നമുക്ക് സർവേ തുടങ്ങാം. അപ്പൊ ഏത് രീതിയിലാണ് സർവേ തുടങ്ങാൻ? നമുക്ക് കുട്ടികളുടെ ഇടയിൽ പോയിട്ട് ഓരോരുത്തരെടുത്ത് നമ്മൾ പോകണം. എപ്പോ? ഇന്നലെ വൈകിട്ടാണ്. എമിലി, സൈറ, ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം, ഞങ്ങൾ അത് നടപ്പിലാക്കി തരുന്നതാണ്. അത് കൊള്ളാലോ. അപ്പൊ എല്ലാം ആവശ്യങ്ങളും നടപ്പാക്കി തരും? എല്ലാം ആവശ്യങ്ങളും നടപ്പിലാക്കും. അതെ. അപ്പൊ ഈ വായി നോക്കികളുടെ ശല്യം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി തരണം. അതാരാ വായി നോക്കുന്നത്? ഓരോരുത്തന്മാരെ ഒലിപ്പിച്ചോണ്ട് വന്നോളൂ. തന്നെ കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. അതെന്താടാ? ലാവക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അത് മാത്രമാണ്. അവള് കുട്ടിയല്ലേടാ, പാവല്ലേടാ, വിട്ടേക്കടാ. എന്താണ് കമ്പ്യൂട്ടറിൽ നോക്കി ഇരുന്നാ മതിയാ? ഗുണ്ടു, എന്തുചാ? ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾക്ക് എന്താ ആവശ്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ പരിഗണിക്കും. എന്താവശ്യമുണ്ടെങ്കിലും പരിഗണിക്കുവോ? എന്താവശ്യമുണ്ടെങ്കിലും പരിഗണിക്കും. ഇവിടെ കുറെ വായി നോക്കികളുണ്ടാ. നമ്മൾ വായി നോക്കിയാലായതുകൊണ്ടാ. ഈ രവിയായിട്ട് എന്തിനുള്ള പരിപാടിയാ? ഇതെടുങ്ക ഇതെന്താ പരിപാടി? നിങ്ങൾ വരുന്നില്ലേ? ഇതൊക്കെ ആരാ? யாரு கேட்டாலும் ஒண்ணு சொல்லாது. என்ன மாதிரி ஒரு ஆளை உங்களுக்கு தெரியவே இல்லை. நான் சொன்ன புக்கு பெரிய புக்காக்கும். சரி, எவ்வளவு கிலோ இருக்கு? இது வந்து 3 கிலோ இருக்கிற மாதிரி இருக்கு. 3 கிலோ கண்டிப்பா 3 கிலோ இருக்கு. 3 கிலோ இருக்கும். எவ்வளவு கிடைக்கும்? 30 ரூபா கிடைக்கும். கிலோவுக்கு வந்து 10 ரூபா. கிலோக்கு 10 ரூபா. என்னய்யா நீங்க? அவ்வளவுதான். அதுக்கு மேல போகாது, வேலை போகாது. 10 ரூபா. 10 ரூபா தான் கிடைக்கும். இது வந்து இந்தியா ஹிஸ்டரியா? இருக்கட்டும், இது வந்து எல்லாமே வந்து சீப்பா தான் கிடைக்குது எங்களுக்கு. சீப்பா கிடைக்குதா? சீப்பா தான் கிடைக்குது. வேர்ல்ட் ஹிஸ்டரி கூட சீப்பா கிடைக்கும். ஆமா, எந்த இன்டர்நெட் முதல் கொண்டுக்கு போற வந்துகிட்டு இருக்கு. என்ன? இன்டர்நெட்ல முதல் கொண்டுக்கு வந்தது பூராமே எங்களுக்கு 5 ரூபா 10 ரூபாய்க்கு அங்க அளவுக்கு போயிட்டீங்களா நீங்க? 5 ரூபா 10 ரூபா தான் கிடைக்கும். 5 ரூபா 10 ரூபா தான் கிடைக்கும். ஏன்னா நீங்க சொல்லி வந்துட்டீங்க, தெரிஞ்சாலும் சொல்லி தான் உங்களுக்கு 30 ரூபா. நானே வந்த பெரிய திருடன். இருக்கட்டும். கிட்ட மோதாத. எத்தனையோ பத்திரிக்கை உங்களை பார்த்துருக்கேன். 30 ரூபா வாங்கிங்க, அவ்வளவுதான். ஆனா நிம்மதியா நில்லுங்க நீங்க. என்ன சார், போட்டாலே அப்படியே பேசிட்டு இருக்கு. கொடுங்க. இன்னும் தெரியாம வச்சிருக்கீங்களா? பார்த்தா பெரிய பிரச்சனை ஆயிடும். சரி, கொடுங்க. இது வந்து சரி, பெரிய பிலாசபி. என்னது? இது கூட சேர்த்து 50 ரூபா கொடு.
கொடு கொடு சார் 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 வாங்கிக்க அப்புறம் கொடுத்துட்டு திடீர்னு கொடுங்க போடு. கொடுங்க கொடுங்க யாரும் பார்க்க வேணாம். சார் 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 கொடுங்க கொடுங்க எவ்வளோ இருக்கு எவ்வளோ எண்ணி கொடுக்குறீங்க 50 ரூபா சார் பார்த்துக்கிறேன் அடுத்த தடவை கூப்பிடும் போது இங்க இவரை கூட கூட்டிட்டு வர வேணாம். இவர் யார் அவரை பார்த்தா பிரச்சனை ஆயிடும். பெரிய சரி, பிரச்சனை. சரி, இங்கெல்லாம் கலாட்டா வந்து இப்பெல்லாம் வந்து அது கலாட்டை வந்து நாங்கள் பார்த்துக்கிறோம் போயிடு, அப்படியே போயிடு. பார்த்துக்க பார்த்துக்க சரி 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 பார்த்துக்க